ഈ കഴിഞ്ഞ ജാനുവരിയിൽ രാജസ്ഥാനിലെ ബിക്കാനീർ ഫെസ്റ്റിവലിൽ നടന്ന വടം വലിയുടെ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഫോറിനേഴ്സ് നമ്മളെ തോൽപ്പിക്കുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ആളുകളുടെ ഈഗോ ഒക്കെ ഹർട്ടാവുന്നുണ്ട്. പക്ഷേ ഒരു ഈഗോ ഇല്ലാത്ത ഒരു പച്ചയായ സത്യത്തിലുണ്ട്. പലരും പറഞ്ഞതുപോലെ നമ്മൾ തോറ്റത് ഗീ കഴിച്ചത് കൊണ്ടല്ല, ശരീരത്തിൽ മസിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അടുത്തിടെയായി 18,000 പേരിൽ നടത്തിയ സർവേ നമ്മുടെ ഭക്ഷണ രീതിയുടെ ഭീകരത വ്യക്തമാക്കുന്നു. നമ്മുടെ പ്ലേറ്റിൽ കൂടുതലും ചോറും പഞ്ചസാരയുമാണ്. ഇനി എഗ്ഗും മീറ്റും കഴിക്കുന്ന വീടുകളിൽ പോലും പ്രോട്ടീൻ ഒരു സൈഡ് ഡിഷ് മാത്രമാണ്. ഇനി പ്ലാന്റ് പ്രോട്ടീൻ കഴിച്ചാൽ തന്നെ അത് കമ്പൈൻ ചെയ്യാൻ നമുക്കറിയില്ല. മസിൽ ബിൽഡ് ചെയ്യാൻ ആവശ്യമായ ആ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മളെ ശരീരത്തിലേക്ക് എത്തുന്നില്ല. ഇത് ഭക്ഷണത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇന്ത്യയിൽ 54% ആൾക്കാർ ഫിസിക്കലി ഇനാക്റ്റീവ് ആണെന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൽ അതിശയപ്പെടേണ്ടതില്ല. 10th സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്കും ബോർഡ് എക്സാമിന് വേണ്ടി നമ്മൾ ആദ്യം വേണ്ടാന്ന് വെക്കുന്നത് നമ്മുടെ PT പീരീഡ് ആണല്ലോ. ശരീരത്തിൻ്റെ കരുതലിനേക്കാൾ അക്കാദമിക് സേഫ്റ്റിക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്ത്യയിലെ സ്ത്രീകളാണ് ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അവരാണ് നമ്മുടെ സൊസൈറ്റിയിലെ ലീസ്റ്റ് ഫിസിക്കലി ആക്റ്റീവ് ഗ്രൂപ്പ്. കളിക്കാൻ പോകുന്നതും വർക്കൗട്ട് ചെയ്യുന്നതൊന്നും സമയം കളയലല്ല, അത് നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ്. വെറും വയറ് നിറയ്ക്കാനല്ലാതെ നമ്മളുടെ മസിൽസിനും ബോഡിക്കും വേണ്ടി നമുക്ക് കഴിച്ചു തുടങ്ങാം. മാറ്റം നമ്മുടെ പ്ലേറ്റിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ.